നമസ്കാരം. നാളെ വർഷത്തിൽ ഒരിക്കൽ ലഭിക്കുന്ന അത്യപൂർവ ദിവസങ്ങളിൽ ഒരു ദിവസമാകുന്നു. വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ ഭഗവാൻ തുറക്കുന്ന ദിവസം. യഥാർത്ഥ ഭക്തർക്ക് അനുഗ്രഹവും സർവ്വ ഐശ്വര്യവും ഭഗവാൻ ചൊരിയുന്ന ദിവസം. നാളെ മനസ്സറിഞ്ഞ് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ പോലും മഹാഭാഗ്യം ഭഗവാൻ നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നാളെ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയാകുന്നു. ഗുരുവായൂർ ഏകാദശി എടുക്കേണ്ട ഏകാദശി എന്ന പ്രത്യേകതയും ഈ ഏകാദശിക്കുണ്ട്. ഇരട്ടി ഫലം തന്നെ അവർക്ക് വന്ന് ചേരുന്നതുമാകുന്നു. നാളത്തെ പുലരിയിൽ ചില വസ്തുക്കൾ കണി കാണുന്നതും അതേപോലെ തന്നെ ചില നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ചില നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുന്നത് ദോഷകരവുമാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യം കണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഏകാദശി പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, കടബാധ്യതകൾ ഉള്ളവർ പൂജയുടെ ഭാഗമാകുവാൻ ശ്രമിക്കുക. നാളെ രാവിലെ ഉണർന്ന ശേഷം ആദ്യം 24 മിനിറ്റിൽ എന്ത് കാണുന്നുവോ അവയുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ പരമ്പരാഗതമായി കണിയുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വിശ്വാസങ്ങളും നിലനിൽക്കുന്നതുമാകുന്നു. ഇനി നാളെ അതിവിശേഷപ്പെട്ട ദിവസം തന്നെയാണ് എന്ന കാര്യം തർക്കമില്ല. ഈ ദിവസം വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു എന്നതും ഭഗവത് പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസവുമാകുന്നു. അതിനാൽ തന്നെ ചില കണി കാണുന്നത് അതീവ ശുഭകരമാകുന്നു. ഇവയെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യമായി പറയുന്നത് ഭഗവത് ചിത്രം തന്നെയാകുന്നു. നാളെ ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ ഉണർന്ന ഉടനെ തന്നെ കാണുന്നത് അതീവ ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ കാണുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ വർഷം മുഴുവൻ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. കൂടാതെ നിലവിളക്കുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം പ്രത്യേകിച്ചും കത്തിജ്വലിക്കുന്ന നിലവിളക്ക് സർവ ഐശ്വര്യം നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. സർവദേവതാ പ്രീതിയും നിങ്ങൾക്ക് വന്നു ചേരും. ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതുമാണ്. അതിനാൽ തന്നെ ഈ കാര്യവും ഓർത്തിരിക്കുക. മറ്റൊരു കാര്യം ഫലങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. നാളെ ഫലങ്ങൾ കാണുകയാണ് എങ്കിൽ ആരോഗ്യം വർദ്ധിക്കും എന്ന ശുഭസൂചനയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ആ ശുഭകരമായ ഫലം ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊന്ന് പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. സുഗന്ധമുള്ള പുഷ്പങ്ങൾ പൂന്തോട്ടത്തിൽ നിൽക്കുന്നത് കണ്ടാലും ജീവിതത്തിൽ വളരെ സൗഭാഗ്യം തേടിയെത്തും. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം, മനസമാധാനം എന്നിവ വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. എന്നാൽ നാളെ ധനം അഥവാ നാണയമാണ് കാണുന്നത് എങ്കിൽ സമ്പൽ സമൃദ്ധി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. അടുക്കളയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുക്കളയിൽ നാളെ ഈ ഒരു കാര്യം ചെയ്താൽ സർവ്വ ഐശ്വര്യം തന്നെ നിങ്ങളെ തേടിയെത്തും. പലരും പൂജാമുറിയിൽ തൊഴുതതിന് ശേഷമാണ് അടുക്കളയിലേക്ക് പോവുക. അവിടെ തലേന്ന് ശുദ്ധജലം തിളപ്പിച്ച് മൂടി വയ്ക്കുക. ഇത് നിത്യവും കണി കാണുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു. ലക്ഷ്മി ദേവിയുടെ പ്രീതി ജീവിതത്തിൽ വന്നു ചേരും. പണം വന്നുകൊണ്ടേ ഇരിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുക. കൂടാതെ നാളെ തുളസിയെ കണി കാണുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ലക്ഷ്മി നാരായണ പ്രീതിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതേപോലെ തന്നെ കുട്ടികളെ കണി കാണുകയാണ് എങ്കിൽ ഭാഗ്യവും ഉയർച്ചയും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരു കാര്യം വളർത്തു മൃഗങ്ങളാകുന്നു. നിങ്ങളുടെ വീടുകളിൽ വളർത്തുമൃഗങ്ങൾ ഉണ്ട് എങ്കിൽ അവരെ കാണുകയാണ് എങ്കിൽ കണി കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം, ഉയർച്ച, അംഗീകാരം എന്നീ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആകാശം കണി കാണുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ കാണുന്നതും മഹാഭാഗ്യം, സൗഭാഗ്യങ്ങൾ, സന്തോഷം എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് സഹായകരമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് കണിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
ഇനി നിലവിളക്ക് തെളിയിക്കേണ്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർ നിലവിളക്ക് തെളിയിച്ചാൽ ഭാഗ്യം വന്നു ചേരും എന്ന് തന്നെ പറയാം. ആ നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർ വീടുകളിലുണ്ട് എങ്കിൽ നാളെ വിളക്ക് തെളിയിക്കുക. എവിടെയും വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും സാധിക്കും. ഈ സവിശേഷമായ ഫലം വന്നു ചേരും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രമാണ് എങ്കിൽ കലഹങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും ഉയർച്ച വന്ന് ചേരുകയും ചെയ്യും. അത് വീട്ടിലെ അംഗങ്ങൾക്കും ബാധകം തന്നെയാകുന്നു. ഇനി മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരാണ് വിളക്ക് തെളിയിക്കുന്നത് എങ്കിൽ സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. കുടുംബത്തിൽ ഐശ്വര്യം വിളങ്ങുന്നതാകുന്നു. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യം നക്ഷത്രക്കാർ വിളക്ക് തെളിയിച്ചാൽ നേട്ടം, ആഗ്രഹ സാഫല്യം എന്നിവ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ഫലമായി വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് കാർത്തിക നക്ഷത്രമാകുന്നു. കാർത്തിക നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ ആ കുടുംബത്തിലും അതേപോലെ തന്നെ അവർക്കും ഇഷ്ട ആഹാര സമൃദ്ധി വന്നു ചേരും. കൂടാതെ ധനപരമായ നേട്ടങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. അതേപോലെ തന്നെ മകം നക്ഷത്രക്കാർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിലും സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. ഉയർച്ച വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കൂടാതെ കർമ്മരംഗത്ത് ഉയർച്ച നേടുവാൻ സാധിക്കും. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു. കുടുംബത്തിന് സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും. അതോടൊപ്പം ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ആ കുടുംബത്തിലേക്ക് വന്നു ചേരും. അവിട്ട നക്ഷത്രക്കാരാണ് എങ്കിൽ പ്രധാനമായും മനസമാധാനവും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. തിരുവാതിര നക്ഷത്രക്കാരാണ് എങ്കിൽ ആത്മീയമായ ഉന്നതി, ജീവിതത്തിൽ ഐക്യം, സമാധാനം എന്നിവ കൈവരുന്നതാകുന്നു. രേവതി നക്ഷത്രക്കാർ തെളിയിക്കുന്നതും ഉത്തമമാകുന്നു. ഇവർ തെളിയിക്കുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും. ആ വീട്ടിലെ ഓരോ അംഗത്തിനും ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത്. എന്നാൽ ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ കൂടാതെ ഏതൊരു വ്യക്തിക്കും നാളെ വിളക്ക് തെളിയിക്കാവുന്നതാണ്. തെളിയിക്കുമ്പോൾ ആ വീട്ടിന് സൗഭാഗ്യവും സർവ്വ ഐശ്വര്യവും വന്നു ചേരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആർക്കും വിളക്ക് തെളിയിക്കാവുന്നതാകുന്നു. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഈ സമയം ദേഷ്യം, കോപം, മറ്റുള്ളവർ നശിച്ച് കാണണം എന്ന ചിന്ത, അതേപോലെ തന്നെ മറ്റുള്ളവരോട് തർക്കിച്ചതിന് ശേഷം വിളക്ക് തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നാളെ ചെയ്യുന്നത് അതീവ ദോഷകരമാകുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നാളെ വിളക്ക് തെളിയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഈ സമയം വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക.